പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ ലളിതമായി തോന്നാവുന്ന ഒന്നാണ്. എന്നാൽ അതിൻ്റെ ഗൗരവം അത് അത്യന്തം വലിയതുമാണ്. അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കുക എന്ന വിഷയമാണത്. ഇസ്ലാം എന്നാൽ മനുഷ്യൻ്റെ ഇബാദത്തിനെ മാത്രം പരിധിയിൽപ്പെടുത്തിയ ഒരു മതമല്ല. മനുഷ്യൻ്റെ വ്യാപാരം, സാമ്പത്തിക ഇടപാടുകൾ, ദൈനംദിന ജീവിതത്തിലെ വ്യവഹാരങ്ങൾ, അങ്ങനെ സകല മേഖലയിലും ഇടപെടുന്ന, അതിനെയൊക്കെ നീതിയുടെ നിയമങ്ങളാൽ നിയന്ത്രിക്കുന്ന ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം എന്നുള്ളത്. അല്ലാഹു തആല ഖുർആനിൽ കർശനമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ, അളവിലും തൂക്കത്തിലും കുറക്കുന്നവർക്ക് നാശം എന്നാണ്. അപ്പോൾ ഈ ആയത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു പ്രത്യേക കാര്യത്തെ മാത്രമല്ല കുറ്റപ്പെടുത്തുന്നത്, മനസ്സിൻ്റെ ഒരു അശുദ്ധിയെ കൂടിയാണ് കുറ്റപ്പെടുത്തുന്നത്. അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കാതിരിക്കുന്നത് വെറും കച്ചവടത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു തെറ്റല്ല. നമ്മൾ നമ്മുടെ അനന്തരാവകാശം നൽകുന്നത് അതിൽ അളവ് അതിൽ പ്രാധാന്യമാണ്. അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ പല മേഖലയിലും ഈ വിഷയം പല പല വേഷങ്ങളിലായിക്കൊണ്ട് നമ്മളോട് സംവദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അളവ് പൂർണ്ണമായി കൊടുക്കുക, നേരായ തുലാസിൽ തൂക്കുക. സൂറത്തുൽ ഇസ്രാ 35-ാമത്തെ ആയത്താണത്. അപ്പോൾ ഇതൊരു ഉപദേശമായിട്ടല്ല പറയുന്നത്, ശരിക്കും ഇതൊരു കൽപ്പനയായിട്ടാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ നോക്കിയാൽ അദ്ദേഹം സത്യസന്ധതയോടെ ജീവിക്കുന്ന ഒരു മാതൃകയായിരുന്നു. അദ്ദേഹത്തിന് അൽ അമീൻ, വിശ്വസ്തൻ എന്ന പേരുണ്ടായത് തന്നെ അദ്ദേഹത്തിൻ്റെ കൃത്യതയും നീതിയും കാരണമായിട്ടാണ്. എന്ന് സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് എന്താ കാണുന്നത്? ഗുണമേന്മ മറച്ചു വെച്ചുകൊണ്ട് ലാഭം മാത്രം ലക്ഷ്യം വെച്ച് തൂക്കത്തിലും അളവിലും ഒക്കെ കൃത്രിമം, ഹലാൽ ഹറാം എന്നുള്ള ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളെ കുട്ടികളെ കച്ചവടം ചെയ്യുന്നത്, നമ്മളെ ആൾക്കാർ കച്ചവടം ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഫലം എന്തായിട്ട്? ബറക്കത്തില്ലാത്ത സമ്പാദ്യം, സമാധാനമില്ലാത്ത ജീവിതം, ദുആകൾ സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, ഹറാം ഭക്ഷണം കഴിക്കുന്നവൻ്റെ ദുആ അതെങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക? ഒരു മുസ്ലിമിൻ്റെ തിരിച്ചറിയൽ അവൻ്റെ നിസ്കാരം മാത്രമല്ലല്ലോ, അവൻ്റെ നീതിയുള്ള ഇടപാടുകളുണ്ട്, പിന്നെ നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ, നമ്മൾ കച്ചവടത്തിൽ ചെയ്യുന്ന കൃത്യത, ഇതൊക്കെ അള്ളാഹു കാണുന്നു എന്ന ബോധം നമുക്കുണ്ടാവണം. നമ്മുടെ സമ്പാദ്യം അത് കുറച്ചായാലും അത് കുറവായാലും കുഴപ്പമില്ല, പക്ഷെ അത് ഹലാലായിരിക്കാൻ ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലാഭം കുറഞ്ഞാലും സാരമില്ല, ഹറാം അതിൽ കലരാണ്ടിരിക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? ശ്രദ്ധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കുന്ന നീതിയുള്ള സത്യസന്ധമായ മുസ്ലിങ്ങളായി ജീവിക്കാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.